രോഹിത്. സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. ഞാൻ പപ്പിയെ വളർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. രോഹിത്, ഞാൻ ഒരിക്കലും ചീത്തയായൊരു പെണ്ണല്ല. രോഹിത്തിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിച്ചവളാ. ഞാൻ ഒരിക്കലും രോഹിത്തിനെ ചതിച്ചിട്ടില്ല. ചില കള്ളങ്ങളൊക്കെ പറഞ്ഞു. അതെന്റെ ഗതികേട് കൊണ്ട് പറഞ്ഞതാ. സത്യമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതിരിക്കാൻ, രോഹിത്തിന്റെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ, എല്ലാം എന്റെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞതാ. എന്നോട് ക്ഷമിക്ക. എല്ലാ തെറ്റുകളും ഞാൻ ഏറ്റു പറഞ്ഞില്ല. രോഹിത്, എനിക്ക് മാപ്പ് തന്നൂടെ? അല്ല, വിഷ്ണുവേട്ടന്റെ കുട്ടികളെ ഇപ്പൊ കിട്ടി. ഈ സന്തോഷം എന്ന് നിലനിൽക്കണം. അവരുടെ ജീവിതത്തിൽ ഇനി ഒരു പ്രശ്നവും വരരുത്. രോഹിത് എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചു, വേണമെങ്കിൽ കൊന്നോ. എന്നാലും യാതൊരു കാരണവശാലും ഈ കാര്യം രോഹിത് പുറത്ത് പറയരുത്. ഞാൻ ഇപ്പോഴും രോഹിത്തിന്റെ ആ പഴയ ശ്യാമ തന്നെയാ രോഹിത്. എന്നെ വെറുക്കല്ലേ രോഹിത്, എന്നെ ശപിക്കല്ലേ. രോഹിത് കൈവിട്ട പിന്നെ എനിക്ക് ആരുമില്ല. വേണ്ടെന്ന് വയ്ക്കുക മാഡം. രാജിക്കത്തോ? എന്തിനാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ജോലി രാജിവെക്കാൻ മാത്രം എന്തെങ്കിലും പ്രശ്നം മാഡത്തിനുണ്ടോ? സാറിന്റെ വീട്ടുകാരായിട്ട് വഴക്കോ അങ്ങനെ എന്തെങ്കിലും? മാഡത്തിന്റെ സംസാരത്തിൽ നിന്ന് എനിക്കിങ്ങനെ തോന്നിയിരുന്നു. അത് ശാലി അവിടെ എവിടെയും ഉണ്ടോ നോക്കൂ. ദൂരെ എവിടെയും പോയിട്ടുണ്ടാവില്ല. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. വിഷ്ണു ചേച്ചമ്മ അവിടെ ഇല്ലേ? അവിടെ ഇല്ല മോളെ. പിന്നെ എവിടെ പോയി? അറിയില്ല. നീ ഒന്ന് ചത്താലും ഒരിറ്റ് കണ്ണീര് പൊടിക്കില്ല ഞാൻ.
ഇവിടെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് ഭേദം എവിടെയെങ്കിലും പോയി ചത്തൂടെ? മറ്റുള്ളവർക്കെങ്കിലും സ്വസ്ഥ സമാധാനം കിട്ടുമല്ലോ. അത് നിന്റെ മുഖത്തുനിന്ന് അറിയാനുണ്ട്. കാര്യം എന്താ? കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയ പോലെയാ. മരമുറി ബിസിനസ് അടപടലെ മൂക്കും കുത്തി വീണ അവസ്ഥയാ ഇപ്പോ. ഗവൺമെന്റ് ഇപ്പോ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. രോഹിത്തെ, ഷീമക്കൊന്ന് വെട്ടാൻ പോയാ ഷീമക്കൊന്ന് വെട്ടണം. അല്ലാതെ വിലയുള്ള മരത്തിലേക്ക് കത്തിവെക്കാൻ പോയാ കാടിന്റെ മക്കൾ വെറുതെ ഇരിക്കും. അവര് പണി തരും, നല്ല യമണ്ടം പണി. ഇനിയേ കൈയും കാലും ഇട്ട് പതച്ചാലും ഈ കേസ് കരയ്ക്കടുക്കില്ല. അപ്പൊ പിന്നെ മുടക്കിയ പണമൊക്കെ അത് ഗോവിന്ദ. കേട്ടിട്ടില്ലേ? ഗോവിന്ദ ഗോവിന്ദ ആലാരേ ഗോവിന്ദ. നല്ല പാട്ടാ, പാടാനും എളുപ്പം. സുസ്മിത, ഞാൻ ഉയിര് പോയ അവസ്ഥയില ഇങ്ങോട്ട് വന്നത്. വെറുതെ കുത്തി നോവിക്കാതെ. ഹ, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? രോഹിത്തെ, ഇതും ഇതിനപ്പുറം സംഭവിക്കുമെന്ന് കരുതി കൂട്ടി വേണമായിരുന്നു ഇതിനായിട്ട് ഇറങ്ങാൻ. ജീവിതത്തിൽ ഏത് ബിസിനസ്സാ റിസ്ക് എടുക്കാതെ നേടിയിട്ടുള്ളത്? പണം ഉണ്ടാക്കണോ? അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷെ ഇതിപ്പോ പോലീസ് കേസാവും. ഞാൻ അകത്ത് പോവും. അകത്ത് പോവെങ്കിൽ പോണം. ചുമ്മാ പറയുന്നതല്ല. നാട്ടിൽ നിൽക്കുന്നതിനേക്കാ സുഖം ജയിലിൽ കിടക്കുന്നതാ. ഒരല്പം പിടിപാടും പുത്തം പൊട്ടിക്കാനുള്ള സോഴ്സും ഉണ്ടെങ്കിൽ ജയിലിനകത്ത് സ്വർഗമാ സ്വർഗം.